ഹലോ ഗൈസ്, ഇതിൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് ആണേ. നമ്മൾ ഒരു ഓർഡർ വരുമ്പം എത്ര ആത്മാർത്ഥമായാണ്, എത്ര സന്തോഷത്തോടു കൂടിയാണ് അത് പാക്ക് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് അല്ലേ. അതുപോലെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടാവും അവരുടെ ഫീഡ്ബാക്ക്, നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെടണമെന്നൊക്കെ. എനിക്ക് കൂടുതലും ഓർഡേഴ്സ് വന്നുകൊണ്ടിരുന്നത് മീഷോയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ മീഷോയിൽ സെല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് 1-2 റിട്ടേൺസ് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ എനിക്ക് കുറച്ച് നാൾ എടുത്തിട്ടാണ് റിട്ടേണൊക്കെ കയ്യിലേക്ക് വരാൻ. എനിക്ക് തോന്നുന്നു അവരുടെ പോളിസി അങ്ങനെ ആയിരിക്കാം. മേ ബി ഒരു 1 മന്തൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ വന്ന ഒരു റിട്ടേൺ ആയിരുന്നു. അപ്പോൾ പ്രൊഡക്റ്റ് അതിനകത്ത് കാണിച്ചിരിക്കുന്നതല്ല, ഞാൻ കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ് അല്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ വണ്ടർ അടിച്ചു, എന്ത് പറ്റി അതെന്താ അങ്ങനെ വന്നേ. പിന്നെ ചെക്ക് ചെയ്തപ്പോഴാണ്, അതും ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കിട്ടി. 7 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത് ഇതെന്താണ് ഐറ്റം, അല്ലെങ്കിൽ ഇതെന്താണ് ഇതിന് പറ്റിയത്, ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തിരുന്നതിന് എനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചാണോ എന്ന് നോക്കിയപ്പോൾ അതൊന്നുമല്ല ഗൈസ്. ഞാൻ അയച്ചതല്ല എനിക്ക് കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റ്. ഞാൻ നല്ലൊരു പ്രൊഡക്റ്റ് അയച്ചു, അവർ എനിക്ക് തന്നത് എൻ്റെ സ്റ്റോക്കിലേ ഇല്ലാത്തൊരു ടൈപ്പ്. ഇനി ഇത് യൂസ് ചെയ്തതാണോ അല്ലെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഓൾമോസ്റ്റ് ഒത്തിരി പേർക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിരുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സങ്കടമായി. ഞാൻ വളരെയധികം വിഷമിച്ച ഒരു ദിവസമായിരുന്നു. ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിതും ഫേസ് ചെയ്യണ്ടേ അല്ലേ. ആർക്കൊക്കെ ഇങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ട്, കമൻറ്റ് ചെയ്യണേ.